ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടിനോസിന്റെ പുതിയൊരു LDC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിഷ്ണു ഗോപിനാഥൻ. ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. LD എക്സാമിനും അതുപോലെ തന്നെ PSCയുടെ ഏകദേശമുള്ള എല്ലാ എക്സാമുകൾക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സഹായിക്കുന്ന ഒരു സെക്ഷനാണ് നമ്മളുടെ ഇംഗ്ലീഷ്. വളരെ ചുരുങ്ങിയ കുറച്ച് ടോപ്പിക്കുകളിലൂടെ പഠിച്ചു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പം 10ൽ 10 മാർക്ക്, ഇംഗ്ലീഷിന്റെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് എടുക്കാനുള്ള പുതിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താ വെർബ് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഫസ്റ്റത്തെ സെക്ഷൻ, ഫസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താ വെർബ് എന്ന് പറഞ്ഞാൽ. ക്രിയ അല്ലെ? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ. ഒരു കാര്യം ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഡൂയിങ്, ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്? വെർബിൽ വരുന്നത്. നമുക്കിനി നോക്കാനുള്ളത് എന്താണ് മോഡൽ ഓക്സിലറി വെർബ് എന്നാണ് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം മോഡൽ ഓക്സിലറി വെർബ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെയാണ് മോഡൽ. ഇംഗ്ലീഷില് മെയിൻ ആയിട്ട് 9 തരം ഓക്സിലറി വെർബ് ആണ് ഉള്ളത്. ഇൻ ഇംഗ്ലീഷ് there are mainly 9 types of modal auxiliary verbs. 9 തരം. മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ എത്ര തരം ഉണ്ട്? മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ 9 തരം മോഡൽ ഓക്സിലറി വെർബ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ദേ ആർ. ഒന്നാമത്തത് എന്ന് പറയുന്നത് വില്ല്, രണ്ടാമത്തത് വുഡ്, മൂന്നാമത്തത് ഷാല്, നാലാമത്തത് ഷുഡ്, അഞ്ചാമത്തത് ക്യാന്, ആറാമത്തത് കുഡ്, ഏഴാമത്തത് മേ, എട്ടാമത്തത് ഏതാ? എട്ടാമത്തത് മൈറ്റ്, അതേപോലെ തന്നെ ഒൻപതാമത്തത് എന്ന് പറയുന്നത് ഏതാണ്? മസ്റ്റ്. ഓക്കെ, എന്നിങ്ങനെ 9 ടൈപ്പ് ഓഫ് ഓക്സിലറി വെർബ്സ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഉള്ളത്. ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഓക്കെ, നമ്മളിത് ഓർത്ത് വെക്കണം. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. ഒരു മാർക്കിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഒരു സെക്ഷനിൽ ചോദിക്കുന്നതാണ് വാട്ട് ആർ ഓക്സിലറി വെർബ്സ്. അങ്ങനെയല്ല ചോദിക്കുക. നമ്മളുടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ട് ഈ ഒരു വില്ല് അല്ലെങ്കിൽ വുഡ്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഇത് ഏതെങ്കിലും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് സെക്ഷൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഏതാ നമ്മുടെ 9 ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? വില്ല്.
ഒന്നാമത്തത് എന്ന് പറയുന്നത് വില്ല്, രണ്ടാമത്തതോ വില്ല്. വില്ലിന്റെ പാസ്റ്റ് ഫോം ആണ് ഇത് വുഡ്. നമുക്ക് അങ്ങനെ പഠിക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വില്ല്. വില്ല് വില്ലിന്റെ പാസ്റ്റ് ഫോം ആണ് ഇത് വുഡ്. പിന്നെന്താ പഠിക്കാനുള്ളത്? ഷാല്. ഷാലിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? ഷുഡ്. അടുത്തത് ഏതാ? അടുത്തത് ക്യാന്. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? കുഡ്. അടുത്തത് ഏതാ? മേ. മേ എന്ന് പറഞ്ഞാൽ എന്താ? മൈറ്റ്. പിന്നെയുള്ളത് മസ്റ്റ്. ഓക്കെ, നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ പഠിച്ചതാണ്. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അതേത് തന്നെയാണ് ഇവിടെയും നമ്മളുടെ ഓക്സിലറി വേർബ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ ആര് കൂടെ കയറി വന്നു? എക്സ്ട്രാ നമ്മുടെ മസ്റ്റ് കൂടെ കയറി വന്നു. ഓക്കെ, വില്ലാണെങ്കിൽ വുഡ്, ഷാലാണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, അതുപോലെ തന്നെ എന്താണ്? മസ്റ്റ്. എന്നിങ്ങനെ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇതാണ് നമ്മളുടെ 9 ഓക്സിലറി വേർബ്സ്. മറക്കരുത്, ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു 9 ഓക്സിലറി വേർബ്സ് അല്ലാതെ ഓൾസോ ദർ ആർ സർട്ടൻ ടൈപ്സ് ഓഫ് സെമി ഓക്സിലറി വേർബ്സ്. കുറച്ച് സെമി ഓക്സിലറി വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓക്സിലറി വേർബ്സ് ഓൾസോ. ദേ ആർ ഏതൊക്കെയാണ്? ഡെയർ, നീഡ്, യൂസ് ടു ആൻഡ് ought to. ഏതൊക്കെയാണ്? ഡെയർ, നീഡ്, യൂസ് ടു, ought to എന്ന് പറയുന്ന ഓക്സിലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എ ഹാബിറ്റ് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു സെന്റൻസിന്റെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മെയിൻ മോഡൽസ് ഉണ്ടാവും. അതിൽ വരുന്നതാണ് ഏതൊക്കെ? വില്ല്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, മസ്റ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാനുള്ളതാണ് ആദ്യത്തെ വിൽ. ഒരു സെക്കൻഡ്. ഓക്കെ, ആദ്യം വരുന്നതാണ് ഏത്? വില്ല്. എന്താ വില്ല് എന്ന് പറഞ്ഞാൽ? വില്ല് എന്ന് പറഞ്ഞാൽ യൂസ് ടു ഡിനോട്ട് എ ഷുവർട്ടി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. എന്താ? ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഉറപ്പിച്ച് പറയുന്നതിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വില്ല് പറയുന്നത്. ഓക്കെ, വില്ല് ഈസ് യൂസ് ടു ഡിനോട്ട് ദ ഷുവർട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. ഡിനോട്ട്സ് ദ ഷുവർട്ടി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഓർ ദി അഷ്വറൻസ് ഓഫ് എ സബ്ജക്ട് ടു പെർഫോം ആൻ ആക്ഷൻ. അല്ലെങ്കിൽ എന്താ? ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഉറപ്പിനെ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. ഓക്കെ, വിൽ യൂസ് ടു ഡിനോട്ട് ദ ഷുവറിറ്റി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. അതിലെ ആദ്യത്തേതാണ് എന്ത്? ടു ഡിനോട്ട് ദ ഫ്യൂച്ചർ. വിൽ എപ്പോഴും നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? വിൽ ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യും? വിൽ. ഭാവിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock. എന്താ? ട്രെയിന് 4 മണിക്ക് പോകും. ഇവിടെ നിന്ന് ട്രെയിൻ എത്ര മണിക്കാ പോകുക? 4 മണിക്ക്. ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock. അടുത്തത്, ബൈ നെക്സ്റ്റ് ഇയർ ഓൾ ദ മണി വിൽ ഹാവ് സ്പെൻഡ്. എന്താ? അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഓൾ ദ മണി വിൽ ഹാവ് സ്പെൻഡ്, ഈ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ പൈസയും എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാവും. ബൈ നെക്സ്റ്റ് ഇയർ ഓൾ ദ മണി വിൽ ഹാവ് സ്പെൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഏതിനെയാണ്? ടു ഡിനോട്ട് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുവാൻ, ഭാവിയെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. അടുത്തത്, മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ്, ആവശ്യപ്പെടുകയാണ്. ആ ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കില്ല, തരുമോ എന്ന്. അതേ തന്നെയാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്? വില്ല് ഉപയോഗിക്കുന്നത്. വിൽ യു സെൻഡ് ദിസ് ലെറ്റർ ഫോർ മീ പ്ലീസ്. എന്താണ്? എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലെറ്ററുകളെല്ലാം സെൻഡ് ചെയ്യുമോ? വിൽ യു സെൻഡ് ദിസ് ലെറ്റർ ഫോർ മീ. അടുത്തത്,
വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? എന്താ വിൽ യു? എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എന്താണ് വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോസ് എന്ത് ചെയ്യുമോ, തുറക്കുമോ? എന്താണ് മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ് ആണ്. നമ്മളുടെ വിൽ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞു യൂസ് ടു ഡിനോട്ട് ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിൽ യു സെൻഡ് ദിസ് ലെറ്റർ ഫോർ മീ പ്ലീസ്? എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലെറ്റർ ഒന്ന് സെൻഡ് ചെയ്യുമോ? വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? എനിക്ക് വേണ്ടി ഈ ഒരു ജനലൊന്ന് തുറന്നു തരുമോ? ഇതെല്ലാം എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ വരുന്നത് എന്താ? എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ. ഒരു കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വി യൂസ് വിൽ, വില്ല് ഉപയോഗിക്കുന്നു. ഉറപ്പുള്ള കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വില്ല് ഉപയോഗിക്കുന്നു. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമാറോ. എന്താ? ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമാറോ. ഞാന് അവനോട് എപ്പോ സംസാരിക്കും? നാളെ സംസാരിച്ചിരിക്കും. ഐ വിൽ സ്പീക്ക് ടു ഹിം. എന്താ? ഞാൻ ഉറപ്പായിട്ടും അവനോട് നാളെ തന്നെ സംസാരിച്ചിരിക്കും. എന്താണ്? അത്രയും ഉറപ്പിച്ച് പറയാണ്. ഞാൻ എന്തായാലും നാളെ സംസാരിച്ചിരിക്കും. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമാറോ. അടുത്തത് ഐ വിൽ പാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ്. എന്താ? ഐ വിൽ പാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഞാൻ ഉറപ്പായിട്ടും എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എന്ത് സംഭവിക്കും? പാസ്സാകും. ഐ വിൽ പാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? എക്സ്പ്രസിംഗ് ഡിറ്റർമിനേഷൻ ആണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നതിനെയാണ് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വില്ല് ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞാണ് ഏത്? വില്ല്. വില്ല് ഈസ് യൂസ് ടു ഡിനോട്ട് ദ ഷുവർട്ടി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഒരു കാര്യം ഉറപ്പിച്ച് നടക്കുന്നതിനെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുക. ടു ഡിനോട്ട് ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ്, ഒരു ഫോർമൽ റിക്വസ്റ്റ് പറയുവാൻ വേണ്ടിയിട്ട്. എക്സ്പ്രസിംഗ് ഡിറ്റർമിനേഷൻ, ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ടും നമ്മൾ വില്ല് ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം വുഡ്. വുഡ് എന്ത് തന്നെയാണ്? വുഡ് ഈസ് യൂസ് ടു ഷോ പൊളൈറ്റ്നെസ് വെൻ റിക്വസ്റ്റിംഗ് ഓർ ആസ്കിംഗ് ഇഫ് ആൻ ആക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ദ സബ്ജക്ട്. എന്താ? കുറച്ചുകൂടെ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്? പൊളൈറ്റ് റിക്വസ്റ്റ്, ഭയങ്കരമായിട്ടുള്ള പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? നമ്മളുടെ വുഡ് ഉപയോഗിക്കുന്നത്. ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കുക? കഴിഞ്ഞ കാലത്തെ ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യം. ദേ സെഡ് ദേ വുഡ് ബി ഹിയർ ബൈ 9 PM. കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 9 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന്. പക്ഷെ അവർ എത്തിയിട്ടില്ല. കാരണം എന്താ? ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വുഡ് ഉപയോഗിക്കുക. ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്. ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവര് പറഞ്ഞു, പക്ഷെ അവർ എന്ത് ചെയ്തില്ല? അത് പാലിച്ചില്ല. ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? വുഡ് ഉപയോഗിക്കുന്നത്. ദേ സെഡ് ദേ വുഡ് ബി ഹിയർ ബൈ 9 PM. അവർ പറഞ്ഞു അവരിവിടെ എപ്പോ എത്തും? 9 മണിയാകുമ്പോൾ എത്തും. ബട്ട് ദേ ഹാവിന്റ് അറൈവ്ഡ്. പക്ഷെ ഇത്ര നേരമായിട്ട് അവര് എത്തിയിട്ടില്ല. അടുത്തത് ദ ന്യൂസ് പേപ്പർ സെഡ് ഇറ്റ് വുഡ് റെയിൻ. എന്താണ്? ന്യൂസ് പേപ്പറിൽ പറഞ്ഞത് ഇന്ന് മഴ പെയ്യുമെന്നാണ്. ന്യൂസ് പേപ്പർ സെഡ് ഇറ്റ് വുഡ് റെയിൻ. ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു എന്ത്? ഇന്ന് മഴ പെയ്യുമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മഴ പെയ്തോ? ഇല്ല. ബട്ട് ഇറ്റ് സ്റ്റേഡ് ഡ്രൈഡ്. എന്താണ്? ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല. എന്നും ഉള്ളതുപോലെ തന്നെയാണ് കാലാവസ്ഥ. അതായത് കഴിഞ്ഞ കാലത്ത് പറഞ്ഞു ഇന്നതുപോലെ സംഭവിക്കുമെന്ന്, ബട്ട് അത് സംഭവിച്ചില്ല. കഴിഞ്ഞ കാലത്തെ ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് വുഡ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. എന്താ? കഴിഞ്ഞ കാലത്തെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട്. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഏതിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. കഴിഞ്ഞ കാലത്തെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഐ വുഡ് മീറ്റ് ഹെർ ഓൺ മൈ വേ ഹോം. എന്താ? ഞാൻ അവളെ എപ്പോഴും കണ്ടുമുട്ടിയിരുന്നത് എപ്പോഴായിരുന്നു? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത്. കഴിഞ്ഞ കാലത്ത് സ്ഥിരമായിട്ട്, കണ്ടിന്യൂസ്. ടു എക്സ്പ്രസ് എ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വുഡ് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ കാലത്തെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്.
ഐ വുഡ് മീറ്റ് ഹെർ ഓൺ മൈ വേ ഹോം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം? അവളെ കാണാം. ഐ വുഡ് മീറ്റ് ഹെർ ഓൺ മൈ വേ ഹോം. അടുത്തത്, ഹി വുഡ് വാച്ച് ടി വി ഓൾ ദ ഡേ. എന്താ? ഹി വുഡ് വാച്ച് ടി വി ഓൾ ദ ഡേ. സ്ഥിരമായിട്ടും അവൻ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഇരുന്ന് ടിവികൾ കാണാറുണ്ട്. ഹി വുഡ് വാച്ച് ടി വി ഓൾ ദ ഡേ. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അവൻ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ടി വി കാണാറുണ്ട്. ഓക്കെ. അടുത്തത്, മൂന്നാമത്തത് എന്താ പറയുന്നത്? ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഭയങ്കര വിനീതമായിട്ടുള്ള അപേക്ഷകൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വുഡ് ഉപയോഗിക്കുന്നത്. വുഡ് യു ഡു മീ എ ഫേവർ? എന്താ? എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഈ ഒരു കാര്യം ചെയ്തു തന്നൂടെ? വുഡ് യു ഡു മീ എ ഫേവർ? അത്രയും വിനയമായിട്ട്, അത്രയും ലോ ലെവലിലാണ് ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. വുഡ് യു ഡു മീ എ ഫേവർ? അടുത്ത, വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്? ഈ ഒരു ബാഗ് ഇവിടുന്ന് മാറ്റുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്? ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അത്രയും എന്താണ്? ലോ ലെവൽ, അല്ലെങ്കിൽ അത്രയും പൊളൈറ്റ് ആയിട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതാണ്. വിനീതമായിട്ടുള്ള അപേക്ഷകൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. വുഡ് യു ഡു മീ എ ഫേവർ? അല്ലെങ്കിൽ എന്താ? വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്? ഓക്കെ. അടുത്തത്, നാലാമത്തെ, ടു ഓഫർ സംതിങ് പൊളൈറ്റ്ലി. എന്താ? ടു ഓഫർ സംതിങ് പൊളൈറ്റ്ലി. സൗമ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ. വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി? എന്താണ്? ഓരോ കാര്യങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഓഫർ ചെയ്യുക. എന്താണ്? നമുക്ക് കോൺട്രിബ്യൂട്ടിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്താ? ഓഫർ ചെയ്യുക, വാഗ്ദാനം ചെയ്യുക. എന്താ? വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി? കുറച്ച് ടീ അല്ലെങ്കിൽ കോഫി കുടിക്കാമോ? വുഡ് യു ലൈക്ക് സം ലെമൺ മെയ്ഡ്? എന്താണ്? കുറച്ച് ലെമണിന്റെ ഏതെങ്കിലും ഒരു ഐറ്റംസ് എടുത്താലോ? വുഡ് യു ലൈക്ക്? എന്താ? ടു ഓഫർ സംതിങ് പൊളൈറ്റ്ലി. നമ്മൾ പഠിച്ചത് വുഡ് എന്ന് പറയുന്ന ഒരു ടേമിന്റെ കാര്യത്തെ കുറിച്ചിട്ടായിരുന്നു. വുഡ് ഈസ് യൂസ്ഡ് ടു ഷോ പൊളൈറ്റ്നെസ് വെൻ റിക്വസ്റ്റിംഗ് ഓർ ആസ്കിംഗ് ഇഫ് ആൻ ആക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ദ സബ്ജക്ട്. എന്താ? നമുക്കൊരു പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? വുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. കഴിഞ്ഞ കാലത്തെ ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത്, രണ്ടാമത്തത് ഏതാ? ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. എന്താ? കഴിഞ്ഞ കാലത്ത് സ്ഥിരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്തത്, ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്. വിനീതമായിട്ടുള്ള അപേക്ഷകൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അടുത്തത്, ടു ഓഫർ സംതിങ്. എന്തെങ്കിലും വാഗ്ദാനം നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? വുഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി നമ്മുടെ അടുത്തത്, നമ്മുടെ മൂന്നാമത്തെ ആള് ഏതാ? ഷാൻ. ഷാലും എന്ത് തന്നെയാണ്? ഷാൽ ഈസ് യൂസ് ടു ഡിനോട്ട് ദ ഷുവറിറ്റി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. എന്താ? ഷാൽ ഉപയോഗിക്കുന്നത് യൂസ് ടു ഡിനോട്ട് ദ ഷുവറിറ്റി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഒരു കാര്യത്തിന്റെ, ഒരു കാര്യം ഉറപ്പായിട്ടും പറയുന്നത്, ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൽ ഉപയോഗിക്കുന്നത്. ഓർ ദ അഷുറൻസ് ഓഫ് എ സബ്ജക്ട് ടു പെർഫോം എ പർട്ടിക്കുലർ ആക്ഷൻ. അല്ലെങ്കിൽ എന്താ? ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഉറപ്പായിട്ടുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. എന്താ? ഫ്യൂച്ചർ ആക്ഷൻ. ഭാവിയെ പറ്റിയിട്ടുള്ള, ഭാവി കാര്യങ്ങളെ പറ്റി പറയുവാൻ വേണ്ടിയിട്ട് ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. ഐ ഷാൽ മീറ്റ് ഹിം വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഐ ഷാൽ മീറ്റ് ഹിം. ഞാൻ അവനെ കണ്ടിരിക്കും. അടുത്തത്, ഐ ഷാൽ ബി ദർ ബൈ 8. എന്താ? ഞാൻ 8 മണിക്ക് അവിടെ എത്തിയിരിക്കും. ഐ ഷാൽ ബി എന്ത് തന്നെയാണ്? നമ്മൾ ഇവിടെ വില്ലുപയോഗിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ എന്തുപയോഗിക്കുക? ഷാൽ ഉപയോഗിച്ചും പറയുവാനായിട്ട് പറ്റുക. ഐ ഷാൽ മീറ്റ് ഹിം വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. എന്താ? ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അവനെ മീറ്റ് ചെയ്തിരിക്കും. ഐ ഷാൽ ബി ദർ ബൈ 8. എന്താണ്? 8 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ആക്ഷൻ. ഭാവി കാര്യങ്ങളെ പറ്റിയിട്ട് പറയുവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തത്, ടു എക്സ്പ്രസ് സജഷൻസ്. നിർദ്ദേശങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടാവും. ആ ഒരു സജഷൻസ് പറയുവാൻ വേണ്ടിയിട്ട് ഷാൽ വി ബിഗിൻ ഡിന്നർ? നമുക്ക് ഭക്ഷണം കഴിച്ച് തുടങ്ങിയാലോ? ഷാൽ വി? എന്താ? നമുക്ക് തുടങ്ങി, സോറി, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് തുടങ്ങിയാലോ? ഷാൽ വി ബിഗിൻ ഡിന്നർ?
അടുത്തത് ഷാൽ വി മൂവ് ഇൻ ടു ദ ലിവിംഗ് റൂം. എന്താണ് ഷാൽ വി മൂവ് ഇൻ ടു ദ ലിവിംഗ് റൂം? നമ്മൾ ഇവിടെ നിന്ന് ലിവിംഗ് റൂമിലേക്ക് പോയാലോ? അല്ലെങ്കിൽ എന്താ ടു എക്സ്പ്രസ് സജഷൻസ്, ഒന്നില്ലെങ്കിൽ സജഷൻസ് പറയുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഓരോരുത്തരുടെ സജഷൻസ് പറയുവാൻ വേണ്ടിയിട്ട്. ഷാൽ വി ബിഗിൻ ദ ഡിന്നർ, നമുക്ക് ഡിന്നർ സ്റ്റാർട്ട് ചെയ്താലോ? ഷാൽ വി ബിഗിൻ ഡിന്നർ. അടുത്തത് ഷാൽ വി മൂവ് ഇൻ ടു ദ ലിവിംഗ് റൂം, നമുക്ക് എന്താണ് ലിവിംഗ് റൂമിലേക്ക് പോയാലോ? ഇതെല്ലാം എന്താണ് ടു എക്സ്പ്രസ് സജഷൻസ് ആണ്, ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയാൻ. അടുത്തത് ടു എക്സ്പ്രസ് പ്രോമിസ്, ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട്. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിതിങ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിതിങ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആര് നോക്കി നടത്തും? ഞാൻ നോക്കി നടത്തിയിരിക്കും. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിതിങ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തും. ഐ ഷാൽ മേക്ക് അറേഞ്ച്മെന്റ്സ്, എന്താ ഐ ഷാൽ മേക്ക് അറേഞ്ച്മെന്റ്, നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഇതെന്താണ് ഷാൽ ഉപയോഗിക്കുന്നത്? ടു മേക്ക് അല്ലെങ്കിൽ ടു എക്സ്പ്രസ് പ്രോമിസ്, ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുവാൻ വേണ്ടിയിട്ട്. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിതിങ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആരും നൽകും? ഞാൻ ഉറപ്പ് നൽകും. അടുത്തത് ഐ ഷാൽ മേക്ക് അറേഞ്ച്മെന്റ്സ്, നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ തന്നെ ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഷാൽ. ഷാൽ എന്ന് പറയുന്നത് എന്താണ്? ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ആക്ഷൻ, ഫ്യൂച്ചർ ഭാവിയിൽ പറ്റിയിട്ട്, ഭാവി കാര്യങ്ങളെ പറ്റി പറയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നിർദ്ദേശങ്ങൾ ടു എക്സ്പ്രസ് സജഷൻസ്. അടുത്തത് എന്താ? ടു എക്സ്പ്രസ് പ്രോമിസ്, ഉറപ്പ് നൽകുവാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഇനി നാലാമത്തേതാണ് നമ്മളുടെ ഷുഡ്. എന്താ ഷുഡ് എന്ന് പറഞ്ഞാൽ? ടു ഡിനോട്ട് ദ നെസസിറ്റി ഓഫ് ആൻ ആക്ഷൻ ടു ബി ഡൺ, ഒരു കാര്യം ചെയ്യണം ഉത്തരവാദിത്തോടുകൂടെ ചെയ്യുന്നതിനെയാണ്. എന്താണ് ഉത്തരവാദിത്തോടുകൂടെ? യൂസ് ടു ഡിനോട്ട് ദ നെസസിറ്റി ഓഫ് ആൻ ആക്ഷൻ, ഒരു കാര്യം ഉത്തരവാദിത്തോടുകൂടെ അല്ലെങ്കിൽ ഉറപ്പിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. ടു എക്സ്പ്രസ് ഡ്യൂട്ടി, ഉത്തരവാദിത്തത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഷുഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസസ് ഡ്യൂട്ടി, ഒരു കാര്യം ഉത്തരവാദിത്തോടുകൂടെ ചെയ്തു തീർക്കുന്നു. ടു എക്സ്പ്രസസ് ദ ഡ്യൂട്ടി. യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്, എന്താ യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പാരന്റ്സിനെ എന്ത് ചെയ്യണം? യു ഷുഡ് റെസ്പെക്ട്, നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ ഉറപ്പായിട്ടും റെസ്പെക്ട് ചെയ്യണം. യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. അടുത്തത് യു ഷുഡ് നോട്ട് പ്ലേ ലൗഡ് നോയ്സ് ഇൻ യുവർ റൂം അറ്റ് നൈറ്റ്, എന്താ യു ഷുഡ് നോട്ട് പ്ലേ, യു ഷുഡിന്റ് പ്ലേ ആണ്, ഈ ഷുഡിന്റ് പ്ലേ. ഷുഡിന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഷുഡ് നോട്ട്. ഓക്കെ, യു ഷുഡിൻ പ്ലേ ലൗഡ് മ്യൂസിക് ഇൻ യുവർ റൂം അറ്റ് നൈറ്റ്, എന്താണ് റൂമില് ഭയങ്കര ലൗഡായിട്ട് പാട്ട് വെക്കുകയൊന്നും ചെയ്യരുത്. എന്താ ഷുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂസ് ടു ഡിനോട്ട് ദ നെസസിറ്റി ഓഫ് ആൻ ആക്ഷൻ, ഒരു കാര്യത്തിന്റെ ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് ഷുഡ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ടു എക്സ്പ്രസസ് ദ ഡ്യൂട്ടി, ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഷുഡ് എന്ന് പറയുന്നത് എന്താണ്? ടു എക്സ്പ്രസ് ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. അഞ്ചാമത്തെ ക്യാൻ. എന്തിനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്? Can is used to denote ability of a subject to perform an action or to request permission to perform an action. ഒന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ടു ഡിനോട്ട് ദ എബിലിറ്റി ഓഫ് എ സബ്ജക്ട്, ഒരു സബ്ജക്റ്റിന് പറ്റുന്നുണ്ടോ? ക്യാൻ, ഐ ക്യാൻ, എന്നോട് പറ്റുന്നുണ്ടോ, എനിക്ക് പറ്റുമോ എന്ന് സൂചിപ്പിക്കുവാൻ. ഓർ റിക്വസ്റ്റ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് സൂചിപ്പിക്കുവാനും ഏതുപയോഗിക്കുന്നു? ക്യാൻ ഉപയോഗിക്കുന്നു. ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഡിനോട്ട് ദ എബിലിറ്റി ഓഫ് എ സബ്ജക്ട്, ഒരു സബ്ജക്റ്റിന്റെ എബിലിറ്റി കാണിക്കാനും, അതുപോലെ തന്നെ ടു പെർഫോം ആൻ ആക്ഷൻ ഓർ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഏത് ഉപയോഗിക്കുന്നത്? ക്യാൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ടു എക്സ്പ്രസസ് എബിലിറ്റി, കഴിവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്താ എബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഐ എം ഹാവിംഗ് ദാറ്റ് എബിലിറ്റി, എനിക്ക്, ഐ ക്യാൻ ഡു ഇറ്റ്. എന്താ ഐ ക്യാൻ ഡു ഇറ്റ്? എന്താണ് ഐ ക്യാൻ ഡു ഇറ്റ്? എന്താ ഇതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. അതേപോലെ തന്നെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്യാൻ ഉപയോഗിക്കുന്നത്. ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ വെരി വെൽ,
എന്താ, ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ വെരി വെൽ. അവന് അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കാനുള്ള കഴിവുണ്ട്. ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ വെരി വെൽ. അടുത്തത്, ഷീ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്. അവൾക്ക് ഒരുപാട് ഭാഷ സംസാരിക്കാൻ പറ്റും. ഷീ ക്യാൻ സ്പീക്ക്, അവൾക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാനായിട്ട് പറ്റും. എന്താ, കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെന്താണ്, ഹി ക്യാൻ പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ എന്താ, ഷീ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജ്. അടുത്തത് രണ്ടാമത്തത്, ടു എക്സ്പ്രസ് പെർമിഷൻ. എന്താ, അനുവാദം ചോദിക്കുവാൻ വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന്റെ അനുവാദം ചോദിക്കുവാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നു, ക്യാൻ ഉപയോഗിക്കുന്നു. അനുവാദം നൽകുവാനും ചോദിക്കുവാനും ഉപയോഗിക്കുന്നു. യു ക്യാൻ യൂസ് മൈ സ്കൂട്ടർ. എന്താ, നിനക്ക് എന്റെ സ്കൂട്ടർ യൂസ് ചെയ്യാം, നിനക്ക് എന്റെ സ്കൂട്ടർ ഉപയോഗിക്കാം. എന്താണ്, അനുവാദം നൽകുകയാണ്. യു ക്യാൻ യൂസ് മൈ സ്കൂട്ടർ, നിനക്ക് എന്റെ സ്കൂട്ടർ യൂസ് ചെയ്യാം. അടുത്തത്, ക്യാൻ ഐ ഗോ നൗ. ഞാനിപ്പോ പൊക്കോട്ടെ, ക്യാൻ ഐ ഗോ നൗ. ഞാനിപ്പോ ഇവിടുന്ന് പൊക്കോട്ടെ, ക്യാൻ ഐ ഗോ നൗ. അതെന്താണ്, ചോദിക്കുകയാണ്. ഞാനിപ്പോ ഇവിടുന്ന് പോട്ടെ, ക്യാൻ ഐ ഗോ നൗ. ഇത് എന്ത് തന്നെയാണ്, ടു എക്സ്പ്രസസ് പെർമിഷൻ, ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, ടു എക്സ്പ്രസ് പോസിബിലിറ്റി. എന്താ, സാധ്യതകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസസ് ദ പോസിബിലിറ്റി, ഓരോ കാര്യങ്ങളുടെ സാധ്യതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്താണ്, സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. പുകവലിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ക്യാൻ, സ്മോക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, ക്യാൻസർ വരാം. സാധ്യതകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ടു എക്സ്പ്രസസ് ദ പോസിബിലിറ്റി, ഒരു സാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു നമ്മള്, ക്യാൻ ഉപയോഗിക്കുന്നു. അടുത്ത, യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഈ ഒരു ബിസിനസ്സിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. യു ക്യാൻ. എന്താ, സിഗരറ്റ് വലിക്കുന്ന എല്ലാ ആൾക്കാർക്കും ക്യാൻസർ വരുന്നുണ്ടോ, ഇല്ല. സ്മോക്കിംഗ് ക്യാൻ, ആ, സംഭവിക്കാം. അതുപോലെ തന്നെ യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഈ ഒരു ബിസിനസ് ഇപ്പൊ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് പൈസ നഷ്ടം വന്നിട്ടുണ്ട്. ബട്ട് എന്താ, കുറെ ആൾക്കാർക്ക് പൈസയും കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. നിനക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും. അടുത്തത് നാലാമത്തത് എന്താ, ടു എക്സ്പ്രസ് റിക്വസ്റ്റ്. റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപേക്ഷ നടത്താൻ. ക്യാൻ യു ടെൽ മീ. എന്താ, നിനക്ക് എന്നോട് പറയാൻ പറ്റുമോ, ക്യാൻ യു എന്ന് പറയുന്നത് എന്താ, അപേക്ഷ. ക്യാൻ യു പ്ലീസ് ഡു മീ എ ഫേവർ, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ, നിനക്കൊന്ന് എന്നെ സഹായിക്കാനായിട്ട് പറ്റുമോ, എന്താണ്, അപേക്ഷയാണ്. അടുത്തത്, ക്യാൻ യു കം ഹിയർ ഇൻ എ മിനിറ്റ് പ്ലീസ്. എന്താണ്, ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് ഈ ഒരു മിനിറ്റ് നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുമോ, ക്യാൻ യു കം ഹിയർ എ മിനിറ്റ് പ്ലീസ്. എന്താണ്, ഇതെല്ലാം എക്സ്പ്രസിങ് റിക്വസ്റ്റ് ആണ്. ഓരോരോ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അടുത്തത് അടുത്തത് എന്താ, ടു എക്സ്പ്രസ് ഓഫർ. എന്താ, ടു എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളെ, അല്ലെങ്കിൽ എന്താണ്, വാഗ്ദാനങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസസ് ഓഫേഴ്സ്. ഓക്കെ, ക്യാൻ ഐ ഹെൽപ്പ് യു. എന്താ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിച്ചോട്ടെ, ക്യാൻ ഐ ഹെൽപ്പ് യു. എന്താണ്, ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ സഹായിച്ചോട്ടെ, ക്യാൻ ഐ ഹെൽപ്പ് യു. അടുത്ത, ക്യാൻ ഐ ക്യാരി യുവർ ബാഗ് ഫോർ യു. എന്താ, ക്യാൻ ഐ ക്യാരി യുവർ ബാഗ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് ഈ ബാഗ് എന്ത് ചെയ്തോട്ടെ, ഞാൻ പിടിച്ചോട്ടെ, ക്യാൻ ഐ ക്യാരി യുവർ ബാഗ് ഫോർ യു. ഇതെല്ലാം എന്താണ്, ടു എക്സ്പ്രസസ് ഓഫർ, ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. വാഗ്ദാനങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ. അതേപോലെ തന്നെ എന്താ, ക്യാൻ ഐ ക്യാരി യുവർ ബാഗ് ഫോർ യു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താ ക്യാൻ എന്ന് പറഞ്ഞാൽ, ക്യാൻ എന്ന് പറയുന്നത് ടു എക്സ്പ്രസസ് എബിലിറ്റി, ഒരു കാര്യത്തെ, കഴിവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ക്യാൻ ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസസ് പെർമിഷൻ, ആദ്യം പറഞ്ഞു കഴിവിനെ സൂചിപ്പിക്കുവാനാണെന്ന്, രണ്ടാമത് പറയുന്നത് ഏതിനാണ്, ടു എക്സ്പ്രസസ് പെർമിഷൻ, അനുവാദം നൽകുവാനും അനുവാദം ചോദിക്കുവാനുമാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താ, ടു എക്സ്പ്രസസ് പോസിബിലിറ്റി, സാധ്യതകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ഏതാ, നാലാമത്തെ, ടു എക്സ്പ്രസസ് റിക്വസ്റ്റ്, അപേക്ഷകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അഞ്ചേതാ, ടു എക്സ്പ്രസസ് ദി ഓഫേഴ്സ്, വാഗ്ദാനങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കുന്നു. അടുത്തത് അടുത്തത് കുഡാണ്. എന്താ കുഡ് എന്ന് പറഞ്ഞാൽ,
ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുന്നത്. ഓക്കെ, ഇവിടെ നല്ല എല്ലാവരുടെയും പൊതുവെ നല്ല ചൂടാണ്. യു മസ്റ്റ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. എന്താ കുഡ്? കുഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു ക്യാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? യൂസ് ടു ഡിനോട്ട് ദ എബിലിറ്റി, ഒരാളുടെ എബിലിറ്റിയെ ഡിനോട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. കുഡ് എന്തിനാണ്? യൂസ് ടു ഡിനോട്ട് ദ എബിലിറ്റി ഓഫ് ദി സബ്ജക്ട് ടു പെർഫോം ആൻ ആക്ഷൻ ഓർ ആൻ ഓഫർ മെയ്ഡ് ബൈ ദ സബ്ജക്ട് ടു പെർഫോം ആൻ ആക്ഷൻ. എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ക്യാൻ പറഞ്ഞ പോലെ തന്നെയാണ്. എബിലിറ്റി അതല്ല എങ്കിൽ ആ ഒരു സാഹചര്യം, ആ ഒരു സാധ്യതയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം കുഡ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ ഒരു എബിലിറ്റി, കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭൂതകാലത്തിലെ കഴിവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഐ കുഡ് സ്പീക്ക് തമിഴ് വെൻ ഐ വാസ് എ കിഡ്. എന്താ, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? തമിഴ് സംസാരിക്കുമായിരുന്നു. സോറി, ഐ കുഡ് സ്പീക്ക് തമിഴ് വെൻ ഐ വാസ് എ കിഡ്. ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ തമിഴ് സംസാരിക്കുമായിരുന്നു. ഐ കുഡ് വാക്ക് 5 കിലോമീറ്റേഴ്സ് ഇൻ ആൻ അവർ വെൻ ഐ വാസ് യങ്. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ 5 കിലോമീറ്റർ ഒക്കെ ഒരു മണിക്കൂറിൽ നടക്കുമായിരുന്നു. ഇതെല്ലാം എന്താണ്? ടു എക്സ്പ്രസസ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പാസ്റ്റ് പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താ? ടു എക്സ്പ്രസസ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഭയങ്കര വിനീതമായിട്ടുള്ള അപേക്ഷകൾ, കുറച്ചുകൂടെ വിനീതമായിട്ടുള്ള അപേക്ഷകൾ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കുഡ് ഉപയോഗിക്കുന്നുണ്ട്. വിനീതമായിട്ടുള്ള അപേക്ഷകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ? എന്താ, കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ? ഞാൻ ഇന്ന് വീട്ടിലേക്ക് കുറച്ചധികം നേരത്തെ പൊക്കോട്ടെ. കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ? അടുത്തത് എന്താ? കുഡ് ഐ ബോറോ? കുഡ് ഐ ബോറോ യുവർ സ്റ്റാപ്ലെയർ? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്റ്റാപ്ലെയർ വാങ്ങിച്ചോട്ടെ. കുഡ് ഐ ബോറോ യുവർ സ്റ്റാപ്ലെയർ? നിന്റെ കയ്യിൽ നിന്നും ഞാൻ ആ ഒരു സ്റ്റാപ്ലെയർ എന്ത് ചെയ്തോട്ടെ? വാങ്ങിച്ചോട്ടെ. എന്തിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്. വിനീതമായിട്ടുള്ള അപേക്ഷകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ, കുഡ് ഐ ബോറോ യുവർ സ്റ്റാപ്ലർ, ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് പോസിബിലിറ്റി. സാധ്യതകൾ പറയുവാൻ വേണ്ടിയിട്ട്, ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ എന്താണ്, സംഭവിച്ചേക്കാം എന്നുള്ള കാര്യങ്ങൾ, സാധ്യതകൾ പറയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഷീ കുഡ് ബി ഇൻ ദ ലൈബ്രറി. എന്താണ്, ഷീ കുഡ് ബി ഇൻ ദ ലൈബ്രറി? അവൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ഷീ കുഡ് ബി, അവൾ ചിലപ്പോ എവിടെ ഉണ്ടാവും? അവൾ ലൈബ്രറിയിൽ ഉണ്ടാവാം. അടുത്തത്, ഹി കുഡ് ബി ദ വൺ ഹു സ്റ്റോളൻ ദ മണി. ഈ പൈസ മോഷ്ടിച്ചതില് ചിലപ്പോ അവനായിരിക്കാം. ഹി കുഡ് ബി ദ വൺ. കുറെ പേര് പൈസ മോഷ്ടിച്ചിരുന്നു, അതിലെ ഒരാൾ ആരാവാം? അവനാവാം. ഹി കുഡ് ബി ദ വൺ ഹു സ്റ്റോളൻ ദ മണി. നമ്മുടെ പൈസ മോഷ്ടിച്ചത് ഒരുപക്ഷെ ആരാവാം? ഒരുപക്ഷെ അത് അവനാവാം. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ കുഡ് എന്ന് പറയുന്നത്. എന്താണ്? യൂസ് ടു ഡിനോട്ട് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പെർഫോം ആൻ ആക്ഷൻ ഓർ ആൻ ഓഫർ. ഒന്നില്ലെങ്കിൽ ഒരു ആക്ഷനെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓഫറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് ആദ്യം വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്? ടു എക്സ്പ്രസസ് ദ എബിലിറ്റി ഇൻ പാസ്റ്റ്. ഭൂതകാലത്തിലെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അടുത്തത് ഏതാ? ഐ കുഡ് സ്പീക്ക് തമിഴ് വെൻ ഐ വാസ് എ കിഡ്. അല്ലെങ്കിൽ എന്താ? ടു എക്സ്പ്രസസ് എ പൊളൈറ്റ് റിക്വസ്റ്റ്. ഒരു ഹമ്പിൾ ആയിട്ടുള്ള, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ്, വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അടുത്ത മൂന്നാമത്തെ ആണെങ്കിലോ, പോസിബിലിറ്റി, സാധ്യതകൾ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, സാധ്യതകൾ പറയുവാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു. അടുത്തത് ഏഴാമത്തത് ഏതാ? മേ. എന്താ മേ? യൂസ് ടു ഡിനോട്ട് ദ പ്രോബബിലിറ്റി. സാധ്യതയാണ്. Okay, used to denote the probability of an action taking place or to request permission to perform an action. ഒന്നില്ലെങ്കിൽ എന്താണ്? Used to denote the possibility of an action. ഒരു കാര്യം സംഭവിച്ചു പോവാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ഗ്രാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസസ് ദ പോസിബിലിറ്റി, സാധ്യതകളെ
സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷീ മേ റീച്ച് ദ ബൈ ദിസ് ടൈം. അവൾ ഏകദേശം ഈ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവും. ഷീ മേ റീച്ച് ദ ബൈ ദിസ് ടൈം. ഏകദേശം ഈ ഒരു സമയത്ത് അവൾ അവിടെ എത്തിയിട്ട് ഉണ്ടാവും. ദ വെദർ മേ ബി ബെറ്റർ ടുമാറോ. നാളെ ഏകദേശം കാലാവസ്ഥ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം എന്താ? ഷീ മേ റീച്ച് ദ ബൈ ടൈം. ദ വെദർ മേ ബി ബെറ്റർ. ഇതെല്ലാം എന്താ? പോസിബിലിറ്റി ആണ്. നമ്മൾ പറയുന്നത് എല്ലാം ഏതാണ്? പോസിബിലിറ്റി ആണ്, സാധ്യതകളാണ്. ഷീ മേ റീച്ച് ബൈ ദിസ് ടൈം. ഈ ഒരു സമയത്ത് അവൾ അവിടെ എത്തിയിട്ടുണ്ടാവാം. ദ വെദർ മേ ബി ബെറ്റർ ടുമാറോ. ഏകദേശം വെദർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവാം. ഇതെല്ലാം എന്താ? ടു എക്സ്പ്രസസ് ദ പോസിബിലിറ്റി. പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തെ ടു എക്സ്പ്രസസ് പെർമിഷൻ. എന്താ? അനുവാദം ചോദിക്കുവാനും അനുവാദം നൽകുവാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസസ് പെർമിഷൻ. ഒരു കാര്യം ചെയ്തോട്ടെ, പെർമിഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അനുവാദം ചോദിക്കുവാനും അനുവാദം നൽകുവാനും. മേ ഐ ഗോ ഫോർ എ ഫിലിം ടുഡേ. എന്താ? മേ ഐ ഗോ ഫോർ എ ഫിലിം ടുഡേ. ഞാൻ ഇന്ന് ഒരു സിനിമയ്ക്ക് പൊക്കോട്ടെ. മേ ഐ ഗോ ഫോർ എ ഫിലിം ടുഡേ. ഞാൻ ഇന്ന് ഒരു സിനിമയ്ക്ക് പൊക്കോട്ടെ. എന്താ? യു മേ ഗോ ടുഡേ. ഞാനൊരു സിനിമയ്ക്ക് പൊക്കോട്ടെ. യു മേ ഗോ ടുഡേ. ശരി, ഇന്ന് വേണമെങ്കിൽ പൊക്കോളൂ. എന്താണ്? മേ ഉപയോഗിച്ചിട്ട് നമുക്ക് പെർമിഷനും ചോദിക്കാം, പെർമിഷൻ ഗ്രാൻഡഡും ചെയ്യാൻ പറ്റും. അടുത്തത് ടു എക്സ്പ്രസസ് ഹോപ്പ് ഓർ വിഷ്. ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ എന്നിവ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. എന്താ? മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. മേ യു ബോത്ത് ബി വെരി ഹാപ്പി. നിങ്ങൾ രണ്ടുപേരും എന്തായിക്കോട്ടെ, വളരെയധികം സന്തോഷവാനായിട്ട് ഇരിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ എന്താ? മേ യു ബോത്ത് ബി വെരി ഹാപ്പി. നിങ്ങൾ രണ്ടുപേരും എന്താണ്? വളരെയധികം സന്തോഷവാന്മാരായി ഇരിക്കട്ടെ. എന്താ ഇത് സൂചിപ്പിക്കുന്നത്? ടു എക്സ്പ്രസസ് ഹോപ്പ് ഓർ വിഷ്. ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശംസകളെല്ലാം പറയുവാൻ വേണ്ടിയിട്ട്. എന്താ മേ എന്ന് പറഞ്ഞാൽ? യൂസ് ടു ഡിനോട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ്. അതിൽ ആദ്യം വരുന്നതാണ് എന്ത്? ടു എക്സ്പ്രസസ് ദ പോസിബിലിറ്റി. ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത, പോസിബിലിറ്റി. അടുത്തത് രണ്ടാമത്തെ എന്താ? ടു എക്സ്പ്രസസ് പെർമിഷൻ. ഒരു പെർമിഷനെ കുറിച്ച് അനുവാദം ചോദിക്കുവാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് എന്താ? ടു എക്സ്പ്രസസ് ദ ഹോപ്പ് ഓർ എ വിഷ്. ആഗ്രഹങ്ങൾ, ആശംസകൾ എന്നിവ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി എട്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ഏത്? എട്ടാമത്തെയാണ് മൈറ്റ്. മൈറ്റ് എന്ത് തന്നെയാണ്? മൈറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ പ്രോബബിലിറ്റി. സാധ്യതകളെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് മൈറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഓർ ടു മേക്ക് സജഷൻ. അതല്ല എങ്കിൽ എന്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട്? സജഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വിരളമായ സാധ്യതകൾ പറയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്താ? ടു എക്സ്പ്രസസ് അല്ലെങ്കിൽ എന്താ? ടു എക്സ്പ്രസ് ഡൗട്ട്ഫുൾ പോസിബിലിറ്റി. നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ. ഇറ്റ് മൈറ്റ് റെയിൻ ടുമാറോ. എന്താ? ഡൗട്ടാണ്. എന്താണ്? സാധ്യതയാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുമാറോ. നാളെ ഒരു പക്ഷേ മഴ പെയ്യാം. ഇറ്റ് മൈറ്റ് റെയിൻ. ഇറ്റ് മൈറ്റ് ഗോ ഔട്ട് ടുനൈറ്റ്. ഐ മൈറ്റ് ഗോ ഔട്ട് ടുനൈറ്റ്. ഇന്ന് ഒരു പക്ഷെ രാത്രി ഞാൻ എന്ത് ചെയ്യും? രാത്രി ഞാൻ പുറത്തേക്ക് പോകും. ഐ മൈറ്റ് ഗോ ഔട്ട് ടുനൈറ്റ്. ഇന്ന് രാത്രി ഒരു പക്ഷെ ഞാൻ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. എന്താണ്? ഇതെല്ലാം ഡൗട്ട്ഫുൾ ആണ്. നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് പറ്റില്ല. ഇതെല്ലാം എന്താ? ഡൗട്ടാണ്. അടുത്തത് ടു എക്സ്പ്രസ് പൊളൈറ്റ് പെർമിഷൻ. എന്താ? അതിവിനീതമായിട്ടുള്ള, ഏറ്റവും വിനീതമായിട്ടുള്ള, ഏറ്റവും എന്താണ്? ഏറ്റവും ഹയ്യസ്റ്റ് വേ ഓഫ് റിക്വസ്റ്റിംഗ് ആണ് ഏത്? മൈറ്റ്. അതിവിനീതമായിട്ടുള്ള അനുവാദം ചോദിക്കാം. മൈറ്റ് ഐ ഗോഡ് എ ബിറ്റ് ഏർലിയർ ടുഡേ. മെയിനെക്കാട്ടിലും എത്രയോ വിനീതമായിട്ടുള്ള ചോദ്യമാണ് എന്ത്? മൈറ്റ്. മൈറ്റ് ഐ ഗോ എ ബിറ്റ് ഏർലിയർ ടുഡേ. അതുപോലെ തന്നെ എന്താ? മൈറ്റ് ഐ സീ യുവർ ക്രെഡിറ്റ് കാർഡ് പ്ലീസ്. എന്താ? മൈറ്റ് ഞാൻ ഇന്നെങ്കിലും ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തോട്ടെ? കുറച്ച് നേരത്തെ പൊക്കോട്ടെ.
അതേപോലെ തന്നെ എന്താ, മൈറ്റ് ഐ സി യുവർ ക്രെഡിറ്റ് കാർഡ് പ്ലീസ്, എനിക്ക് ഇന്നെങ്കിലും നിന്റെ ക്രെഡിറ്റ് കാർഡ് കാണിച്ചു തരാമോ. മൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ്സ് ദ മോസ്റ്റ് ഫോം ഓഫ് സ്യൂട്ടബിൾ ഫോം ഓഫ് റിക്വസ്റ്റ്. അത്രയും വിനീതമായിട്ടുള്ള ഒരു റിക്വസ്റ്റിനെയാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് മസ്റ്റ്. Used to denote the strong obligation or necessity for the subject to do or not to do an action. എന്താ, ഒരു ആക്ഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് പറയുവാൻ വേണ്ടിയിട്ടും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോറി, മൈറ്റ് അല്ല, മസ്റ്റ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, ടു ഡിനോട്ട് ആൻഡ് സ്ട്രോങ് ഒബ്ലിഗേഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസസ് കമ്പൽഷൻ ഓർ ഒബ്ലിഗേഷൻ, എന്താ, നിർബന്ധമുള്ള കാര്യങ്ങൾ, ഒരു കാര്യം നിർബന്ധിച്ച് പറയുന്നത്, നിർബന്ധപൂർവ്വമുള്ള ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നിർബന്ധമുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്, നിർബന്ധമുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്താണ്, നിർബന്ധപൂർവമുള്ള ഒരു കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ മസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ ആദ്യത്തെ, ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദ ടീച്ചേഴ്സ്, എന്താ, കുട്ടികൾ എല്ലാവരും ടീച്ചർമാര് പറയുന്നത് കേൾക്കണം. ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് പറയുന്നതെല്ലാം കുട്ടികൾ എന്ത് ചെയ്യണം, കുട്ടികൾ അനുസരിക്കണം. യു മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ മൺഡേ, എന്താണ്, യു മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ മൺഡേ, തിങ്കളാഴ്ചക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. യു മസ്റ്റ് കംപ്ലീറ്റ് ദിസ് വർക്ക് ബിഫോർ മൺഡേ, തിങ്കളാഴ്ചക്ക് മുമ്പ് തന്നെ ഈ ഒരു വർക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തത്, യു മസ്റ്റ് നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ വെൻ ഇറ്റ് ഈസ് ഇൻ എ മോഷൻ, എന്താ, മസ്റ്റ് നോട്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത്, പുറത്തേക്ക് പോകരുത്. യു മസ്റ്റ് നോട്ട് ഗെറ്റ് ഔട്ട്, എന്താണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് നീ പുറത്തേക്ക് പോകരുത്. അടുത്തത്, ഐ മസ്റ്റ് താങ്ക് യു ഫോർ ബീങ് സോ കൈൻഡ് ടു മീ, എന്നോട് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നതിന് ശരിക്കും ഞാൻ എന്ത് ചെയ്യണം, താങ്ക് യു, ഐ മസ്റ്റ് താങ്ക് യു, ഞാൻ നിന്നോട് നന്ദി പറയണം. I must offer them an apology for not going to attend their get together. അവരുടെ ഗെറ്റ് ടുഗദറിന് ഞാൻ പോവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഐ മസ്റ്റ് ഓഫർ ദം ആൻ അപ്പോളജി, ഞാൻ അവരോട് ക്ഷമ ചോദിക്കണം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്ത് തന്നെയാണ്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എക്സ്പ്രഷൻ ആണ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, കമ്പൽഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഒബ്ലിഗേഷൻ, ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിച്ച് പറയുകയാണ്. അടുത്തത്, ടു എക്സ്പ്രസ് ഇൻഫറൻസ്, എന്താ, അനുമാനം പറയുവാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താ അനുമാനം എന്ന് പറഞ്ഞാൽ, റീസൺ, എന്തുകൊണ്ട്, വൈ ഡസ് ഇറ്റ് സോ, റീസൺ പറയുവാൻ വേണ്ടിയിട്ട്. ഷീ ഓൾവേസ് ട്രാവൽ ബൈ ബസ്, ഷീ മസ്റ്റ് ബി എ പുവർ ലേഡി, എന്താ, അവളെപ്പോഴും ബസ്സിലാണ് ട്രാവൽ ചെയ്യുക, അവനെപ്പോഴും ബസ്സിൽ ട്രാവൽ ചെയ്യാനുള്ള കാരണം എന്താ, ഒരു പക്ഷേ എന്തായിരിക്കും, അനുമാനമാണ്, ഒരു തോന്നലാണ്. ഷീ മസ്റ്റ് ബി എ പുവർ, അവള് പാവപ്പെട്ടവളായതുകൊണ്ടായിരിക്കാം അവൾ എപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഷീ മസ്റ്റ് ബി എ പുവർ. അടുത്തത്, ഷീ ഓൾവേസ് ട്രാവൽ ബൈ എ ബസ് എന്നുള്ളത് റീസൺ ആണ്. എന്താണ് ഇൻഫറൻസ്, കൺക്ലൂഷൻ എന്താ, ഷീ മസ്റ്റ് ബി എ പുവർ. ഓക്കെ, എന്താ മസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ ഒൻപതാമത്തെ ടേം ആണ്, ഒൻപതാമത്തെ പോയിന്റ് ആണ് മസ്റ്റ്. എന്താ മസ്റ്റ് എന്ന് പറഞ്ഞാൽ, ടു എക്സ്പ്രസ് കമ്പൽഷൻ ഓർ ഒബ്ലിഗേഷൻ, നിർബന്ധമുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്, നിർബന്ധമുള്ള കാര്യങ്ങൾ. അടുത്തത്, ടു എക്സ്പ്രസ് ആൻ ഇൻഫറൻസ്, എന്തെങ്കിലും ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട് മസ്റ്റ് ഉപയോഗിക്കുന്നു. ഇതാണ് എന്ത്, ഇതാണ് നമ്മളുടെ 9 മോഡൽസ്, മെയിൻ മോഡൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു, വില്ല്, വുഡ്, പിന്നെന്തായിരുന്നു, ഷാല്, ഷുഡ്, പിന്നെന്ത് നമ്മൾ നോക്കി, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിങ്ങനെ 9
മോഡൽ ഓക്സിലറീസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഐ തിങ്ക് ദാറ്റ് ക്ലിയർ ടു യു. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞു. ആദ്യത്തെയാണ് നമ്മുടെ മോഡൽ ഓക്സിലറി. രണ്ടാമത് വരുന്നതാണ് സെമി മോഡൽസ്. എന്ത് ഈ സെമി മോഡൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് അല്ല, ബട്ട് സെമി മോഡൽ കുറച്ചേ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ആദ്യം വരുന്ന ഒരെണ്ണമാണ് ഡെയർ. പിന്നീട് ഏതാ വരുന്നത്? നീഡ്, യൂസ് ടു, ഓ ടു. ഏതൊക്കെയാണ്? ഡെയർ, നീഡ്, യൂസ് ടു, ഓ ടു എന്നിങ്ങനെ 4 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താ ഡയർ? ഡയർ ഈസ് യൂസ് ഇൻ ദ സെൻസ് ഓഫ് ഡെഫ്, ചലഞ്ച് ഓർ ഫേസ് ബോൾഡ്ലി. ധൈര്യപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് ഐ ഡയർ. നമ്മൾ പറയില്ലേ ട്രൂത്ത് ഓർ ഡയർ. ഇപ്പൊ പുതിയൊരു ഗെയിം വന്നിട്ടുണ്ടാണ് അല്ലെ, ട്രൂത്ത് ഓർ ഡയർ. അതേ തന്നെയാണ് ഇവിടെയും ഡയർ എന്നുള്ളത്. ധൈര്യപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹസത്തിന് മുതിരുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഹൗ ഡെയർ യു എൻ്റർ മൈ റൂം വിത്തൗട്ട് മൈ പെർമിഷൻ. എന്റെ അനുവാദം കൂടാതെ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നു എന്റെ റൂമിലേക്ക് കടന്നു വരാൻ? ഹൗ ഡെയർ യു. നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു. അടുത്തത് ദേ ഡെയർഡ് മീ ടു വിൻ ദ റേസ്. എന്താണ്? അവരെന്നെ വെല്ലുവിളിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ ജയിച്ചു കാണിക്കാൻ പറഞ്ഞു. ദേ ഡെയർ മീ. എന്താ? ജയിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഐ ഡെയർ ടു ഡു ദിസ്. എന്താ? ഞാൻ ഇത് ചെയ്യുമെന്ന് ഉറപ്പിച്ചു. ഐ ഡെയർ ടു ഡു ദിസ്. ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കും. ഐ അക്സെപ്റ്റ് ദിസ് ആസ് എ ചാലഞ്ച്. അതാണ് ഇവിടെ ഡെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡെയർ യു ടു എൻ്റർ മൈ റൂം വിത്തൗട്ട് മൈ പെർമിഷൻ. ഐ ഡെയർ മീ ടു വിൻ ദിസ് റേസ്. ഐ ഡെയർ ടു ഡു ദിസ്. ഓക്കെ, അതാണ് ഡെയർ. അടുത്തത് നീഡ്. എന്താ നീഡ്? ടു എക്സ്പ്രസ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ. എന്താ? ആവശ്യം, കടമ എന്നിവയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസസ് നെസസിറ്റി. എന്താ? ഒരു കാര്യത്തെ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ടു എക്സ്പ്രസസ് നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ. ആവശ്യം, കടമ എന്നിവയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ? ആവശ്യം, കടമ. ഏതൊക്കെയാ? ടു എക്സ്പ്രസസ് നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ. ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള പറയാൻ വേണ്ടിയിട്ട്. ആവശ്യം, കടമ എന്നിവയൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? നീഡ് ഉപയോഗിക്കുന്നത്. നീഡ് ഐ സേ മോർ. എന്താ? ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയണോ? നീഡ് ഐ സേ മോർ. അടുത്തത് യു നീഡിന്റ് കം. എന്താ? യു നീഡിന്റ് കം. നീ വരേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട്. നീഡിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീഡ് പ്ലസ് നോട്ട്. യു നീഡ് നോട്ട്. അടുത്തത് യു നീഡ് നോട്ട് ഹാവ് വെയിറ്റഡ് സോ ലോങ്. എന്താ? നീ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. എന്താ നീഡ് എന്ന് പറഞ്ഞാൽ? ടു എക്സ്പ്രസ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ. ഒരു കാര്യത്തിനെ ഉറപ്പിച്ചു പറയുക, അതല്ല എങ്കിൽ കടമ നിറവേറ്റുക എന്നുള്ള ഒരു അർത്ഥത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീഡ് ഐ സേ മോർ. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ? യു നീഡിൻ കം. നീ വരേണ്ട ആവശ്യമില്ല. യു നീഡ് നോട്ട് ഹാവ് വെയിറ്റഡ് സോ ലോങ്. ഇത്രയും നീ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് യൂസ് ടു. ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ ഇൻ പാസ്റ്റ്. യൂസ് ടു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ ഇൻ പാസ്റ്റ്. പഴയ കാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ടു ഉപയോഗിക്കുന്നത്. പഴയ കാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹി യൂസ് ടു സ്മോക്ക്. എന്താ? ഹി യൂസ് ടു സ്മോക്ക്. പണ്ട് കാലത്ത് അവൻ എന്ത് ചെയ്യുമായിരുന്നു? സ്മോക്ക് ചെയ്യുമായിരുന്നു. ഹി യൂസ്ഡ് ടു സ്മോക്ക്. അവൻ പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പണ്ട് കാലത്ത് അവൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. ഹി യൂസ് ടു സ്മോക്ക്.
അടുത്തത് ഹി യൂസ് ടു വർക്ക് ഇൻ ദ നൈറ്റ് ടു ഫിനിഷ് ഹിസ് ഡെയിലി ഓഫീസ് ഡ്യൂട്ടീസ്. എന്താ അവന്റെ ഡെയിലി ഉള്ള ഓഫീസ് ഡ്യൂട്ടീസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാറുണ്ട്? ഹി യൂസ് ടു വർക്ക് ഇൻ ദ നൈറ്റ്, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താ യൂസ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂസ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ ഇൻ പാസ്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നു പോയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യൂസ് ടു ഉപയോഗിക്കുന്നത്, പഴയ കാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അടുത്തത് ഓ ടു എന്ന് പറഞ്ഞാൽ എന്താ? കടമ അല്ലെങ്കിൽ എന്താ? ഒബ്ലിഗേഷൻ, എനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓ ടു എന്ന് പറയുക. ധാർമ്മികമായിട്ടുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. യു ഓ ടു ലുക്ക് ആഫ്റ്റർ യുവർ ചൈൽഡ്. എന്താ? യു ഓ ടു ലുക്ക് ആഫ്റ്റർ യുവർ ചൈൽഡ്. നിനക്ക് നിന്റെ കുട്ടികളെ നോക്കണം എന്നുള്ളത് എന്താണ്? നിന്റെ ഉത്തരവാദിത്തമാണ്. യു ഓ ടു, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. യു ഓട്ട് ടു ക്ലീൻ അപ്പ് യുവർ റൂം. എന്താ? നിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. യു ഓട്ട് ടു ക്ലീൻ അപ്പ് യുവർ റൂം. ഈ റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, എന്താണ് നമ്മൾ പിന്നീട് നോക്കിയ സെമി മോഡൽ ഓക്സിലറി ആണ്. ഏതൊക്കെ സെമി മോഡൽ ഓക്സിലറി ആണ്? ഡെയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഡെഫ് അല്ലെങ്കിൽ ചലഞ്ച്, ഒരു കാര്യത്തെ ധൈര്യപ്പെടുത്തുക അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ട് എടുക്കുന്നതിനാണ്. നീഡ് ആണെങ്കിലോ, നീഡ് എന്ന് പറഞ്ഞാൽ നെസസിറ്റി ആണ്. യൂസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ, പണ്ട് കാലത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ ടു ആണെങ്കിലോ, ഓ ടു എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണ്, ധാർമ്മികമായിട്ടുള്ള കടമയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആണ്. ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് വേഗം ഒന്ന് നോക്കിയേ. There used to be a time when I dash run 3 miles at a stretch. എന്താ? There used to be a time when I dash run 3 miles at a stretch. ഒറ്റ സ്ട്രെച്ചില് 3 മൈൽ വരെ ഞാൻ ഒറ്റയടിക്ക് ഓടിയ സമയമുണ്ടായിരുന്നു. ഹാബിച്വൽ ആക്ഷൻ ആണ്. ഹാബിച്വൽ ആക്ഷൻസ് പറയുവാൻ വേണ്ടിയിട്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹാബിച്വൽ ആക്ഷൻ നമ്മൾ ക്യാൻ ഉപയോഗിച്ചിട്ടാണോ പറയുക? അല്ല. വില്ല് ഉപയോഗിച്ചിട്ടാണോ? അല്ല. ഷുഡ് ഉപയോഗിച്ചിട്ടാണോ? അല്ല. മറിച്ച് എന്തുപയോഗിച്ചിട്ടാ പറയുക? കുഡ്. എന്തുപയോഗിച്ചിട്ടാ പറയുക? കുഡ്. ഇവിടെ കുഡ് യൂസ് ചെയ്താൽ മതി. There used to be a time when I could run 3 miles at a stretch. എന്താ? ഒറ്റ സ്ട്രെച്ചില് 3 മൈൽ വരെ ഓടിയിട്ടുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, കുഡ് ആണ് ആൻസർ. അടുത്തത്, the house is so dirty. I really must clean it. എന്താ? ദ ഹൗസ് ഈസ് സോ ഡർട്ടി. ഈ ഒരു വീട്ടിൽ മുഴുവൻ ചളിയാണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? മസ്റ്റ് ആണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. ഞാൻ എന്തായാലും ഈ വീട് എന്ത് ചെയ്യണം? ഞാൻ എന്തായാലും ഈ വീട് ക്ലീൻ ചെയ്യണം. വാട്ട് ഈസ് ദ യൂസ് ഓഫ്? ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതാ? ഒബ്ലിഗേഷൻ ആണോ? ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമല്ല. ഐ മസ്റ്റ് ക്ലീൻ ഇറ്റ്. അതോ അഡ്വൈസ് ആണോ? ഐ മസ്റ്റ് ക്ലീൻ ഇറ്റ്. അല്ല. ടു ഗിവ് പെർമിഷൻ, അഡ്വൈസോ പെർമിഷൻ ആണോ? അല്ല. ടു ഡിനോട്ട് ദ എബിലിറ്റി, എബിലിറ്റി ആണോ? അല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ടു ഗേവ് ഒബ്ലിഗേഷൻ, ഒരു കാര്യം പറയുകയാണ്. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, ഐ മസ്റ്റ് ക്ലീൻ ഇറ്റ്. ഈ ഒരു വീട്ടിൽ അങ്ങനെ ചളിയാണ്, ഞാൻ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. അടുത്തത്, കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം താൻസാനിയ. താൻസാനിയയിൽ നിന്ന് വരികയാണ്. ഷി ഡാഷ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. എന്താ? ഷീ കുഡ് ആണോ? ഷീ മേ ആണോ? ഷീ മസ്റ്റ് ആണോ? ഷീ ക്യാൻ ആണോ? ഐ ടോൾഡ് ഹെർ യു ഡാഷ് റെസ്റ്റ് ഡിയർ. യു മൈറ്റ് റെസ്റ്റ് വരുമോ? ഇല്ല. യു മൈറ്റ് അല്ല, യു മസ്റ്റ് റെസ്റ്റ് വരുമോ? യു ഷുഡ് വരാം. പക്ഷെ രണ്ടവിടെ എന്തുണ്ട്? ഷുഡ് ഉണ്ട്. സോ നമ്മൾ ആദ്യത്തെ നോക്കി. കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ഷീ ഡാഷ് ബി എക്സോസ്റ്റഡ്. ഷീ മേ ബി എക്സോസ്റ്റഡ് വരാം. മേ ഉണ്ടോ ഇവിടെ? ഇല്ല. സോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഷീ മസ്റ്റ്. മേ അല്ലെങ്കിൽ മസ്റ്റ്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. ഐ ടോൾഡ് ഹെർ യു എന്ത് ചെയ്യണം? യു ഷുഡ് റെസ്റ്റ്.
എന്താ നമ്മളുടെ ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മസ്റ്റും ഷുഡും. യു ഡാഷ് ബി കിഡിങ്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഈ പറയുന്ന വെറുതെയാ. യു ഡാഷ് ബി കിഡിങ്, യു എന്ത് ഉപയോഗിക്കാം? യു മസ്റ്റ് ബി കിഡിങ്. നീ എന്താണ്? നീ തമാശ പറയുകയാണ്. യു മസ്റ്റ് ബി കിഡിങ്. നീ ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? തമാശയാണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. യു ഡാഷ് വാച്ച് ദോസ് ക്ലോത്ത്സ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. എന്താ? യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ്. നീ ആ ഗ്ലാസ്സുകളൊന്നും കഴുകണ്ട. ഡെയർ ആണോ? അല്ല. യു കാണ്ട് ആണോ? അല്ല. യു വോണ്ട് ആണോ? അല്ല. യു നീഡിന്റ് ആണ്. അതിന്റെ ആവശ്യമില്ല. സോ എന്താ? യു നീഡിന്റ് അല്ലെങ്കിൽ യു നീഡ് നോട്ട്. അതല്ല എങ്കിൽ എന്താണ്? നീഡിന്റ്. നീ ആ ഗ്ലാസ്സുകളൊന്നും കഴുകേണ്ട ആവശ്യം വരുന്നില്ല. യു നീഡിൻ വാഷ് ദോസ് ഗ്ലാസ്, ദേ ആർ ക്ലീൻ. ഓക്കെ. ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ ചെറിയൊരു സെക്ഷൻ ആണ്. അധികം വലുതൊന്നും അല്ല, ചെറിയൊരു സെക്ഷൻ ആണ് നമ്മളുടെ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എന്താണ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബില് ഏതൊക്കെയാ വരുന്നത്? മെയിൻ ആയിട്ട് വരുന്ന 9 ഓക്സിലറി മോഡൽ ഓക്സിലറി ഉണ്ട്. ഏതൊക്കെയാ? വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാൽ, ഷുഡ്. അതായത് വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. അതേപോലെ തന്നെ ഏതൊക്കെ വരുന്നുണ്ട്? സെമി മോഡൽ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു. ഏതൊക്കെയാണ് സെമി മോഡൽ ഓക്സിലറി വെർബ്? ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു എന്നിങ്ങനെ 4 ഓക്സിലറി വെർബ്സ് കൂടെ പറയുന്നുണ്ട്. ഈ സെമി ഓക്സിലറി വെർബ് മെയിൻ ആയിട്ട് സ്വഭാവത്തെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് യു ആർ ക്ലിയർ. ശരിക്കും മോഡൽ ഓക്സിലറി വെർബ് നമുക്ക് സിമ്പിളാണ്. നമുക്ക് ഒന്ന് നന്നായിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. ഓക്കെ. സോ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ ബീങ് ഹിയർ. നന്നായി പഠിക്കുക. അതുപോലെ തന്നെ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ ഫോർ ബീങ് ഹിയർ.